നമസ്കാരം. മാസ്റ്റർ ജിയുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഫീറ്റൽ സർക്കുലേഷനെ കുറിച്ചാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് മാസ്റ്റർ ജി എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ കീഴിൽ കൊടുത്തിരിക്കുന്ന ടെലഗ്രാം ചാനലിൽ അംഗമാവുക. ഡെയിലി നമ്മൾ ക്വിസുകൾ അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നൊക്കെ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടി ഇച്ചിരി ഒരു കൂടുതലൊരു നോളജ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനൽ നഴ്സിംഗ് എക്സാം എഴുതുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. ഓക്കെ, കോൺസെൻട്രേറ്റ് ഓൾ യുവർ തോട്ട്സ് അപ്പോൺ ദ വർക്ക് ഇൻ ഹാൻഡ്. ദ സൺസ് റേസ് ഡു നോട്ട് ബേൺ അൺടിൽ ബ്രോട്ട് ടു എ ഫോക്കസ്. അല്ലേ, സൂര്യപ്രകാശം എല്ലായിടത്തും ഉണ്ട്, എങ്കിലും അതിൽ നിന്നും തീ കത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഒരു ലെൻസ് വെച്ച് ഫോക്കസ് ചെയ്യണം. എന്നാൽ മാത്രമേ അത്രയും കത്താൻ പാകത്തിന് ചൂടുണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, പഠിക്കേണ്ട ബാക്കി മെറ്റീരിയൽസ് ഉണ്ട്, ടൈമും ഉണ്ട്. പക്ഷെ നമ്മുടെ പ്രയത്നം അതൊരു കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ പഠനത്തിൽ തന്നെ ചിലവഴിച്ചില്ല എങ്കിൽ നമ്മൾക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. നമ്മൾ പല സംഭവങ്ങൾക്കിടയിൽ ഇതൊരു സംഭവം. അങ്ങനെ ആയാൽ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഈ എക്സാമിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക. 2.5 മാസത്തെ കാര്യമാണ്. നന്നായി ശ്രമിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ കയ്യിൽ എടുക്കാൻ സാധിക്കും. സോ സ്റ്റഡി വെൽ. ഫീറ്റൽ സർക്കുലേഷനാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്, എന്നാൽ നമ്മൾ പലരും വളരെ ടഫാണെന്ന് വിചാരിച്ച് ഇതൊരു കുറച്ച് ബൈഹാർട്ടൊക്കെ പഠിക്കുന്ന ആളുകളാണ് ചിലപ്പോൾ ഉണ്ടാവുക. അങ്ങനെയൊന്നും വേണ്ട, വളരെ സിമ്പിളാണ് ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ബിഫോർ ഡെലിവറി ബേബിയുടെ ഉള്ളിൽ ഫീറ്റസിൻ്റെ അകത്ത് എങ്ങനെയാണ് ബ്ലഡ് ഫ്ലോ ഉള്ളത്, അതാണ് ഫീറ്റൽ സർക്കുലേഷൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇത് നമ്മൾ കണ്ടതാണ്. ഓക്കെ, പലപ്പോഴും നമ്മൾ പക്ഷേ ഇതൊരു പേജ് മറിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പിക്ചറാണ് ഈ ഫീറ്റൽ ഹാർട്ട് സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ നമ്മളിതിൽ പ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റുകൾ എന്താണ് എന്നാണ് നമ്മൾ ആദ്യമായി നോക്കുന്നത്. ഒന്നാമത് പ്ലാസൻ്റയാണ് ഇതിൽ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത്. പ്ലാസൻ്റ ആക്ട് ആസ് എ ഇമ്പോർട്ടൻറ്റ് ഓർഗൻ in this. Placenta plays important role. It acts as a source of oxygen. ഇതാണ് ഓക്സിജൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? പ്ലാസൻ്റയാണ്. പിന്നെ ഇറ്റ് ഓൾസോ ആക്ട് ആസ് സോഴ്സ് ഓഫ് ന്യൂട്രീഷൻ കൊടുക്കുന്നത് ആരാണ്? കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കുന്നവരാണ് പ്ലാസൻ്റയാണ്. നമുക്കറിയാം ഫീറ്റൽ ബോഡിയിൽ ലങ് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴാണ്? ബേബി ഡെലിവറി കഴിഞ്ഞ ശേഷമാണ്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ഓക്സിജനേഷൻ ചെയ്യാൻ വേണ്ടി ആരാണ് ഇവിടെ ഉള്ളത്? പ്ലാസൻ്റയാണ് ഉള്ളത്. കൂടാതെ പ്ലാസൻ്റനെ എന്താ ആക്ട് ചെയ്യുന്നു? സോഴ്സ് ഓഫ് ന്യൂട്രിയൻസ്, കുട്ടിക്ക് വളർച്ചയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുന്ന ആളാരാണ്? പ്ലാസൻ്റയാണ്. പിന്നെ സൈറ്റ് ഫോർ എലിമിനേഷൻ ഓഫ് വേസ്റ്റ്, അല്ലെ, കുട്ടിയുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാവിധ മെറ്റബോളിക് പ്രവർത്തനങ്ങളുടെയും കുറച്ച് ബോഡി വേസ്റ്റ് ഉണ്ടാവുമല്ലോ. കൂടാതെ കാർബൺ ഡൈ ഓക്സൈഡ്, ഇതിനെയൊക്കെ എടുക്കുന്ന ആളാരാണ്? പ്ലാസൻ്റയാണ്. സോ പ്ലാസൻ്റയിൽ നിന്നാണ് നമ്മുടെ ഫീറ്റൽ സർക്കുലേഷൻ ആരംഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. കൂടാതെ ഈ ബർത്തിൽ ഒരു ഡ്രമാറ്റിക് ചേഞ്ച് സംഭവിക്കുന്നു. ഫീറ്റൽ സർക്കുലേഷനിൽ ഒരുപാട് ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ട്. താൽക്കാലികമായി ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് പല മാറ്റങ്ങളും സംഭവിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ അവർക്ക് ഡ്രമാറ്റിക് ചേഞ്ച് സംഭവിക്കുന്നത് കൊണ്ടാണ് ഫീറ്റൽ സർക്കുലേഷനിൽ നിന്നും അഡൾട്ട് സർക്കുലേഷനിലിട്ട് നോർമലായിട്ട് മാറാൻ സാധിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി എല്ലാ പോസ്റ്റ്നൽ സ്ട്രക്ചേഴ്സും എന്തായിരിക്കണം? റെഡി ആയിരിക്കണം. അല്ലെങ്കിൽ അത് റെഡി ആവാതിരിക്കും, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ അതിന് ചേഞ്ചസ് സംഭവിക്കാതിരിക്കുമ്പോഴാണ് കുട്ടിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി ഇതാണ് ഒരു നോർമൽ ഹാർട്ട് എന്ന് പറയുന്നത്. അഡൾട്ടിൻ്റെ ഹാർട്ട് നമ്മൾ കാണുന്നത് ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 4 ചേമ്പർ ഉണ്ട്. റൈറ്റ് അട്രിയം, ലെഫ്റ്റ് അട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫ്ലോ എങ്ങനെയാണ്? ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കാം നമുക്ക്. ബ്ലഡ് ഫ്രം ദ ലോവർ പാർട്ട് ഓഫ് ദ ബോഡി എന്ത് ചെയ്യുന്നു? ആരാണ് കൊണ്ടുവരിക? ഇൻഫീരിയർ വീനക്കാവ, അല്ല, IVC, ഇൻഫീരിയർ വീനക്കാവ. താഴെ നിന്നുള്ള ബ്ലഡൊക്കെ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡൊക്കെ എവിടെ കൊണ്ടുവരുന്നു? റൈറ്റ് അട്രിയത്തിലോട്ട് എത്തിക്കുന്നു. ഇതാണ് റൈറ്റ് അട്രിയം. മുകളിൽ നിന്നുള്ള ബ്ലഡ്, അതായത് ബ്രെയിനും മറ്റ് അപ്പർ എക്സ്ട്രിമിറ്റീസ് അതുപോലുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ബ്ലഡ്, ഇതിനെന്താ പറയുക വെസല്? സുപ്പീരിയർ വീനക്കാവ. സുപ്പീരിയർ എന്ന മുകളിൽ നിന്നുള്ളത് സുപ്പീരിയർ വീനക്കാവയാണ്.
ഇതെന്ത് ചെയ്യുന്നു, ഇവരും കൊണ്ടുവന്നിട്ട് റൈറ്റ് അട്രത്തിലേക്ക് ഒഴിക്കുന്നു. റൈറ്റ് അട്രിയം ഈ ബ്ലഡ് എന്ത് ചെയ്യുന്നു, നേരെ തള്ളി എങ്ങോട്ട് വിടുന്നു, റൈറ്റ് വെൻട്രിക്കിലോട്ട് വിടുന്നു. അല്ല, ഇതൊക്കെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, അതുകൊണ്ടാണ് ഇതിന് നീല കളറിലിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഓക്സിജനേഷൻ ചെയ്യാൻ വേണ്ടി റൈറ്റ് വെൻട്രിക്കിൾ നേരെ പൾമണറി ആർട്ടറി വഴി എങ്ങോട്ട് വിടുന്നു, ലങ്ങിലോട്ട് വിടുന്നു. ലങ്സ്, ഇവിടെ ലങ് ഉണ്ട്. ഓക്കെ, ലങ്സിലോട്ട് വിടുന്നു. ലങ്സ് എന്ത് ചെയ്യുന്നു, ഈ ഇതിലെ കാർബൺ ഡൈ ഓക്സൈഡിനൊക്കെ എടുത്ത് ഈ ബ്ലഡിൽ ഓക്സിജൻ നിറച്ച് തിരിച്ച് പൾമണറി വെയിൻ അല്ലേ, പൾമണറി വെയിൻ വഴി എവിടെ കൊണ്ടെത്തിക്കുന്നു, ലെഫ്റ്റ് അട്രിയത്തിലോട്ട് എത്തിക്കുന്നു. ലെഫ്റ്റ് അട്രിയം കിട്ടിയ പാട് എന്ത് ചെയ്യുന്നു, അതിനെ ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് അയക്കുന്നു. അവിടെ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിൾ വളരെ ശക്തിയായി കൺട്രാക്ട് ചെയ്ത് അയോർട്ട വഴി നേരെ ബോഡിയിലേക്ക് എല്ലായിടത്തും എത്തിക്കുന്നു. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയാണ് നോർമലായിട്ടൊരു ഹാർട്ടിലെ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഫീറ്റൽ സർക്കുലേഷനിലെ കുറച്ച് ടെമ്പററി സ്ട്രക്ചേഴ്സ് ഉണ്ട്, താൽക്കാലികമായുണ്ട് ടെമ്പററി സ്ട്രക്ചേഴ്സ്. ഇതെല്ലാം നമ്മൾ അറിയണം, ഓർത്ത് വെക്കണം. എന്തൊക്കെയാണത്? ഒന്ന്, അംബലിക്കൽ വെയിൻ. വെയിൻ ആണെങ്കിലും പക്ഷെ ഇതിലെന്താ ഉള്ളത്, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത്, ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തേത് ഡക്റ്റസ് വീനോസസ്, ഡക്റ്റസ് വീനോസസ്, അത് പഠിക്കുന്നുണ്ട് എന്താണെന്ന്. പിന്നെ മൂന്നാമത് എന്താ പറയൂ, ഫൊറാമൻ ഒവൈൽ, ഫൊറാമൻ ഒവൈൽ. നാലാമതുള്ളത് ഡക്റ്റസ് ആർട്ടീരിയോസസ്, ഡക്റ്റസ് ആർട്ടീരിയോസസ്. 5, ഹൈപ്പോഗ്യാസ്ട്രിക് ആർട്ടറീസ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അംബലിക്കൽ ആർട്ടറീസ്. ഓക്കെ, ഇത്രയാണ് ടെമ്പററി സ്ട്രക്ചേഴ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെമ്പററി സ്ട്രക്ചേഴ്സ്. ഇനി നമുക്ക് ഓരോന്നും എവിടെയൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യം വരുന്നത് അംബലിക്കൽ വെയിൻ. ഏതാണ് അംബലിക്കൽ വെയിൻ? നമ്മൾ പറഞ്ഞു പ്ലാസൻ്റയാണ് എന്ത്, ഇതിൻ്റെ സോഴ്സ്. സോ പ്ലാസൻ്റയിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അംബലിക്കൽ വെയിൻ എടുത്ത് കൊണ്ടുപോകുന്നു. ഈ വലിയ ചുവന്ന് കാണുന്നതാണ് അംബലിക്കൽ വെയിൻ. എവിടം വരെ പോകുന്നു? അതിന് മുമ്പ് ഇത് ഇങ്ങനെയാണ് ഈ പിക്ചർ വരുന്നത്, ഉണ്ടല്ലേ? ഇതാ ഇവിടെ അംബലിക്കസ്, ഇതാണ് പ്ലാസൻ്റ. ഓക്കെ, ഇവിടെ നിന്ന് ഈ ബ്ലഡ് എടുത്ത് ഇങ്ങനെ പോയി അംബലിക്കൽ പൊക്കിൽ കൊടിയിലൂടെ കയറി അകത്തോട്ട് കയറുന്നു, അല്ലേ? ഇവിടുന്ന് ഇതാണ് കുട്ടിയുടെ ലിവറിൻ്റെ അണ്ടർ സർഫസ് വരെ, ഇവിടം വരെ എത്തുന്നു. ആ എത്തുന്ന ഈ ചുവന്ന വെസലാണെന്ത്, നമ്മുടെ അംബലിക്കൽ വെയിൻ എന്ന് പറയുന്നത്, അംബലിക്കൽ വെയിൻ. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ വെച്ച് ഈ താഴെ സർഫസ്, ഈ മുകളിൽ, അപ്പോൾ ഏറ്റവും നല്ല ഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യുന്ന വെസൽ ഏതാണെന്ന് ചോദിച്ചാൽ യഥാർത്ഥം അംബലിക്കൽ വെയിൻ. എത്ര എണ്ണം ഉണ്ട്? ഒരു വെയിനാണുള്ളത്. ഇത് അംബലിക്കൽ കോഡാണ് ഇത് കാണുന്നത്. ഇതിനകത്ത് ഒരു അംബലിക്കൽ വെയിൻ ആണുള്ളത്. അത് ലിവറിൻ്റെ അണ്ടർ സർഫസ് വരെ ബ്ലഡ് എത്തിക്കുന്നു. അതാണ് എന്ത് പറയുന്നത്, അംബലിക്കൽ വെയിൻ. രണ്ടാമത്തെ ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ് എന്ത്, ഡക്റ്റസ് വീനോസസ്. ഏതാണ് ഡക്റ്റസ് വീനോസസ്? ഇവനാണ് ഡക്റ്റസ് വീനോസസ്. അതായത് അംബലിക്കൽ വെയിനെ, ഇത് കുട്ടിയുടെ ശരീരഭാഗത്ത് താഴെ നിന്നൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യുന്ന വെസലാണിത്, സുപ്പിയർ വീനക്കാവ എന്ന് പറയുന്നത്. ഈ സുപ്പിയർ വീനക്കാവയായിട്ട് ആരെ കണക്ട് ചെയ്യുന്നു? അംബലിക്കൽ വെയിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു കണക്ടറാണ് എന്ത്, ഡക്റ്റസ് വീനോസസ്. ഡക്റ്റസ് വീനോസസ് മറ്റേ പിക്ചർ കാണുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. ഡക്റ്റസ് വീനോസസ് നമുക്ക് ആ പിക്ചറിലൂടെ നോക്കാം. പിന്നെ ഉള്ളത് ഒരു ടെമ്പററി ഓപ്പണിംഗ്, എന്താണിത്, ഫൊറാമൻ ഓവൈൽ. ഫോറാമൻ ഓവൈൽ എന്നാണ്, ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അട്രിയം ഈസ് നോൺ ആസ് ഫോറാമൻ ഓവൈൽ. പിന്നീടുള്ള ഒരു ടെമ്പററി സ്ട്രക്ചറാണ് എന്ത്, നമ്മുടെ ഡക്റ്റസ് ആർട്ടീരിയോസസ്. അതായത് പൾമണറി ആർട്ടറിയെയും അയോർട്ടയെയും കണക്ട് ചെയ്യുന്ന ഒരു ടെമ്പററി സ്ട്രക്ചറാണ് എന്ത്, ഡക്റ്റസ് ആർട്ടീരിയോസസ്. അതായത് ഈ പിക്ചറിൽ കാണുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാവും. ഇദ്ദേഹമാണ് അംബലിക്കൽ വെയിൻ. അംബലിക്കൽ വെയിനാണ് ഈ ചുവന്ന് കാണുന്നത്. ഈ അംബലിക്കൽ വെയിൻ ലിവറിൻ്റെ അണ്ടർ സർഫസിലോട്ട് എത്തുന്ന കുട്ടിയുടെ അവിടെ നിന്ന് ഇൻഫിയർ വീനക്കാവാണ് ഇതാണ് ഇൻഫിയർ വീനക്കാവ. ഈ ഇൻഫിയർ വീനക്കാവയായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ടറാണ് ആര്, ഡക്റ്റസ് വീനോസ്. ഇവിടെ കാണുന്ന ഈ ഡക്റ്റസ് വീനോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡക്റ്റസ് വീനോസസ് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം അപ്പോൾ അത് ഇവിടെ പഠിച്ചു. ഇൻഫിയർ വീനക്കാവ ഇവിടെയുണ്ട്. ഇനി പഠിച്ചത് എന്താണ്, നമ്മൾ അപ്പുറത്ത് പറഞ്ഞത് ഫൊറാമൻ ഓവൈൽ. ഇതാണ് ഫൊറാമൻ ഓവൈൽ. അതായത് റൈറ്റ് അട്രിയം ലെഫ്റ്റ് അട്രിയം തമ്മിലുള്ള ഇവിടെ ഒരു സുഷിരമാണ് എന്ത്, ഫൊറാമൻ ഓവൈൽ എന്ന് പറയുന്നത്, ഓർക്കുക.
പിന്നെ ഇതാ ഇത് പൾമണറി ആർട്ടറിയാണ്, അതായത് റൈറ്റ് വെൻട്രിക്കിൽ നിന്ന് ലങ്ങിലോട്ടും കൊണ്ടുപോകുന്ന ബ്ലഡ് വെസലാണിത്. ഇത് പക്ഷേ ഇവിടെ ഒരു അബ്നോർമൽ കണക്ഷനാണിത്, ടെമ്പററി കണക്ഷനാണ് ഇത് ഡക്ടസ് ആർട്ടീരിയോസസ്. അപ്പോൾ വീനോസസ് എന്ന് പറഞ്ഞെങ്കിൽ എന്താണ്? ഫ്രം എ വെയിൻ ടു എ വെയിൻ. ദ വീനോസസ് എന്ന് പറഞ്ഞാൽ വെയിൻ ടു വെയിൻ, ഫ്രം എ വെയിൻ ടു എ വെയിൻ. അപ്പോൾ ആർട്ടീരിയോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രം ആൻ ആർട്ടറി ടു ആൻ ആർട്ടറി, ആർട്ടറിയിൽ നിന്നും ആർട്ടറിയിലേക്ക്. ഓക്കെ, അതാണ് ഇത് ഡക്ടസ് ആർട്ടീരിയോസസ്. ഈ പിക്ചർ നമ്മൾ നല്ല രീതിയിൽ ഓർത്ത് വെക്കുക, സിമ്പിളാണ് കാര്യം. എവിടെയാണ്? ഇവിടെയാണ് അംബിലിക്കൽ വെയിൻ ഉള്ളത്, ഇവിടെയാണ് ഡക്ടസ് വീനോസസ് ഉള്ളത്, ഇവിടെയാണ് ഫൊറാമൻ ഓവയിൽ ഉള്ളത്, ഇവിടെയാണ് ആർട്ടീരിയോസസ് ഉള്ളത്. പിന്നെ കുറച്ച് അയോർട്ടയുടെ ബ്രാഞ്ച് താഴേക്ക് വരുന്നത്, ഇവിടെ നിന്ന് ഇംപ്യൂർ ബ്ലഡ് ഒക്കെ കളക്ട് ചെയ്ത് അതൊക്കെ ബ്രാഞ്ചായിട്ട് ഇന്റേണൽ ഇലിയാക് ആർട്ടറി എന്ന് പറയും. ഇത് യുണൈറ്റ് ടു ഫോം അംബലിക്കൽ ആർട്ടറീസ്, അല്ലെങ്കിൽ ഇതിൻ്റെ കുറച്ച് മുമ്പിലുള്ള ഭാഗമാണ് ഹൈപ്പോഗ്യാസ്ട്രിക് ആർട്ടറീസ് എന്ന് പറയുക. അപ്പോൾ അംബലിക്കൽ ആർട്ടറിയാണ് അവസാനമായി വരുന്നത്. എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. സോ അംബലിക്കൽ വെയിൻ എത്രയാണ്? ഒരു അംബലിക്കൽ വെയിനും 2 അംബലിക്കൽ ആർട്ടറിയുമാണ് ഈ അംബലിക്കൽ കോഡിലുള്ളത്. അത് ചോദിക്കും, ഇൻ അംബലിക്കൽ കോഡ് ഹൗ മെനി വെസൽസ് ആർ ദെയർ? 1 അംബലിക്കൽ കോഡ്, അംബലിക്കൽ വെയിൻ, 2 അംബലിക്കൽ ആർട്ടറി, 2 അംബലിക്കൽ വെയിൻ, 1 അംബലിക്കൽ ആർട്ടറി, 1 അംബലിക്കൽ വെയിൻ, 1 അംബലിക്കൽ ആർട്ടറി. ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. നമുക്കറിയാം, ഈ പിക്ചറിൽ ഓർത്തറിയാം എന്താണുള്ളത്? ഒരു അംബലിക്കൽ വെയിനും 2 അംബലിക്കൽ ആർട്ടറി അല്ലേ. ദ വെസൽ വിച്ച് ക്യാരി പ്യുവർ ഓക്സിജൻ ബ്ലഡ് ഇൻ ഫീറ്റൽ സർക്കുലേഷൻ ഏതാണ്? അംബലിക്കൽ വെയിൻ ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടെമ്പററി സ്ട്രക്ചേഴ്സ് നമ്മൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക, ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ് ബ്ലഡ് ഇതിലെ ഫീറ്റൽ സർക്കുലേഷനിൽ പോകുന്നത്. അഡൽട്ടിൽ നമ്മൾ കണ്ടു, കുട്ടിയിൽ എങ്ങനെയാണ് പോകുന്നത്. വീണ്ടും അതേ പിക്ചറാണ്. ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? പ്ലാസന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ നിന്നും അംബലിക്കൽ വെയിൻ വഴി ലിവറിൻ്റെ അണ്ടർ സൈഡ് വരെ ആര് കൊണ്ടുപോകുന്നു? അംബലിക്കൽ വെയിൻ പ്യുവറായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ്, പ്ലാസൻ്റെ തന്ന പ്യുവറായിട്ടുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുപോകുന്നു. അവിടെ നിന്നും ഡക്ടസ് വീനോസസ് എന്ത് ചെയ്യുന്നു? ഇതിനെ കണക്ട് ചെയ്ത് ഇൻഫീരിയർ വീനക്കായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡ് ഫ്ലോ എവിടെ എത്തി? ഇവിടെ ഇൻഫീരിയർ വീനക്കകത്ത്. അപ്പോൾ ഇവിടെ വെച്ചൊരു മിക്സിങ് നടക്കുന്നു. അവിടെ വെച്ച് എന്താണ്? മിക്സിങ് നടക്കുന്നു. മിക്സിങ് ടേക്സ് പ്ലേസ്. ഇവിടെ വെച്ച് മിക്സിങ് നടക്കുന്നു അല്ലേ. അങ്ങനെ നടന്നു. അപ്പോൾ അവിടെ നടന്ന് നേരെ എവിടെ പോകുന്നു? റൈറ്റ് അട്രിയത്തിലോട്ട് പോകുന്നു. ഓക്കെ, റൈറ്റ് അട്രിയത്തിലോട്ട് പോകുന്നു. റൈറ്റ് അട്രിയത്തിൽ നിന്ന് നേരെ എവിടെയാണ് പോകുന്നത്? ഫൊറാമൻ ഓവയിൽ വഴി ലെഫ്റ്റ് അട്രിയത്തിലോട്ട് പോകുന്നു. ലെഫ്റ്റ് അട്രിയത്തിലോട്ട് പോകുന്നു. ലെഫ്റ്റ് അട്രിയത്തിൽ നിന്ന് നേരെ ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് പോകുന്നു. ഇവിടെ നിന്നും അയോർട്ട വഴി അല്ലേ, ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയാം. നമുക്ക് അയോർട്ട വഴി എവിടെ പോകുന്നു? ബോഡിയിൽ എല്ലായിടത്തും താഴോട്ടെല്ലാം പോകുന്നു. അപ്പോൾ അപ്പർ ബോഡി പാർട്സ്, ഹെഡ് ആൻഡ് അപ്പർ എക്സ്ട്രിമിറ്റീസ് ഇതുവഴി കൊടുക്കും, ബാക്കി എല്ലാ ബോഡിയിലോട്ടും ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ഒരു ഫ്ലോ സർക്കുലേഷൻ. രണ്ടാമത്തെ ഫ്ലോ ഉണ്ട് ഇവിടെ നിന്നാണ് സുപ്പിയർ വീനക്കാവ എന്നുള്ള ഫ്ലോ ആണ് രണ്ടാമത്തത്. തലയുടെ ഭാഗത്ത് നിന്നും മുകളിൽ നിന്നൊക്കെയുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഇവരിങ്ങനെ എടുത്തുകൊണ്ട് വന്ന് എവിടെ എത്തിക്കുന്നു? റൈറ്റ് അട്രിയത്തിലോട്ട് എത്തിക്കുന്നു. ഇവിടെ നിന്നും വേറെ തന്നെ ഒരു സ്ട്രീം, ഹാർട്ടിൻ്റെ പെർട്ടിക്കുലർ ഷേപ്പ് കാരണം വേറെ തന്നെ ഒരു സ്ട്രീം ഓഫ് ഫ്ലോ ആയിട്ട് അത് ഈ വഴി നിന്ന് ബ്ലഡ് എങ്ങോട്ട് പോകുന്നു? നേരെ റൈറ്റ് വെൻട്രിക്കിലോട്ട് പോകുന്നു. റൈറ്റ് വെൻട്രിക്കിൾ വഴി എങ്ങനെയാണ് പോവുക? പൾമണറി ആർട്ടറി വഴിയാണ് പിന്നെ പോകുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? ലങ്ങിലേക്കും പോകുന്നു. കൂടാതെ ഇവിടെയുള്ള ടെമ്പററി സ്ട്രക്ചറായിട്ടുള്ള ഡക്ടസ് ആർട്ടീരിയോസസ് വഴി നേരെ അയോർട്ടിലോട്ട് കയറുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു മിക്സിങ് നടക്കുന്നു. അപ്പോൾ ഈ അപ്പർ ബോഡി പാർട്സിനൊക്കെ ഓക്സിജൻ കുറഞ്ഞ സാധനമാണ് വരുന്നത്. വീണ്ടും ഒരു മിക്സിങ് നടന്ന് താഴോട്ട് പോകുന്നു. അപ്പോൾ എക്സ്ട്രിമിറ്റീസിലൊക്കെ ഓൾറെഡി യൂഷ്വലി ഇതാണ് മിക്സ് ആയിട്ടുള്ള ബ്ലഡാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ ബോഡിക്കൊക്കെ സപ്ലൈ ചെയ്ത് ഇതിൻ്റെ ബ്രാഞ്ചസ് എന്തായി മാറി? ഇൻറ്റേർണൽ ഇലിയാക് ആർട്ടറീസ് ഒക്കെ ആയിട്ട് മാറുന്നു. അങ്ങനെ ഫൈനൽ ബ്രാഞ്ചസ് ആയിട്ട് എന്താ പറയുക? അംബലിക്കൽ ആർട്ടറീസ്. അങ്ങനെ ഈ ഇംപ്യൂർ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്, വേസ്റ്റ് മെറ്റീരിയലൊക്കെ ഉള്ള ബ്ലഡ് തിരിച്ച് നേരെ അംബലിക്കസിലോട്ട് പോകുന്നു. ഓക്കെ, അങ്ങനെ അത് തിരിച്ച് പ്ലാസന്റിലോട്ട് എത്തി വീണ്ടും പ്യൂരിഫൈ ചെയ്യുന്നു. തിരിച്ച് വീണ്ടും അംബലിക്കൽ വെയിൻ വഴി തിരിച്ചു പോകും. ഇതാണ് ഫീറ്റൽ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ എഴുതാൻ പറ്റണം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് 2 ഫ്ലോയും അങ്ങ് പറഞ്ഞേക്കുക. ഓക്കെ, ഇത് മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കാണാൻ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇനി നമ്മൾ പഠിക്കുന്നത് എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻ, എക്സ്ട്രാ യൂട്രൈൻ ലൈഫിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ഈ ചേഞ്ചസ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ.
ഇതാണ് ഫീറ്റൽ സർക്കുലേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു കുട്ടി ഒരാദ്യം സർക്കുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് ആളുടെ സർക്കുലേഷൻ കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടി എന്ത് ചെയ്യുന്നു? കരയുന്നു, ക്രൈ ആക്കുന്നു. കരയുമ്പോൾ എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സ് പെട്ടെന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നൊരു ബ്ലഡ് ഫ്ലോ ലങ്സിലോട്ട് പെട്ടെന്ന് വലിയുന്നു. അങ്ങനെ ഉണ്ടായ ബ്ലഡ് നേരെ ഏത് വഴി പോകുന്നു? അപ്പോൾ ലങ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു വർക്ക് ചെയ്യാൻ, ഉടനെ ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് നിറയ്ക്കുന്നു, എംപ്റ്റി ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ കൂടുതൽ ബ്ലഡും റൈറ്റ് വെൻട്രിക്കിൾ കുറവ് ബ്ലഡുമായി, അല്ലേ? കൂടാതെ ഇവിടുന്ന് അപ്പം തന്നെ പ്ലാസൻ്റയിൽ ബ്ലഡ് നിന്നു, അല്ലേ? പ്ലാസൻ്റൽ ബ്ലഡ് ഒക്ലൂഡ് ആയില്ലേ, പ്ലാസൻ്റ ഇളകിയില്ലേ? അപ്പോൾ എന്തായി? ഇത് നമ്മൾ ക്ലാമ്പ് ചെയ്യുമ്പോൾ തന്നെ ഇത് കട്ടായി. കട്ടാകുമ്പോൾ തന്നെ എന്തായി? ഈ റൈറ്റ് വെൻട്രിക്കിളിൽ എത്തുന്ന ബ്ലഡ് കുറഞ്ഞില്ലേ? ഇതുവഴി ഇങ്ങനെ പോകുന്ന ബ്ലഡ് എന്ത് ചെയ്യുന്നു? ഇവിടെ കുറയുന്നു. അപ്പോൾ ഇവിടെ കുറവും റൈറ്റ് വെൻട്രിക്കിൾ റൈറ്റ് അട്രിയത്താണ്, റൈറ്റ് അട്രിയത്തിൽ കുറവും ലെഫ്റ്റ് അട്രിയത്തിൽ കൂടുതലും ആവുന്നു ബ്ലഡ്. അപ്പോൾ ഈ ഒരു പ്രഷർ ഡിഫറൻസ് വരുന്നു. ഉടനെ ഈ ഫൊറാമൻ ഓവലിൻ്റെ വാൽവ് ഒരു ഫ്ലാപ്പ് അങ്ങ് ക്ലോസ് ആവുന്നു, അല്ലേ? അപ്പോൾ ഒരു സ്ട്രക്ചർ അങ്ങ് ക്ലോസ് ആയി. ഉടനെ ലങ്ങിൽ നന്നായിട്ട് ഓക്സിജനേഷൻ നടക്കുന്നു, ബ്ലഡിലുള്ള ഓക്സിജൻ കോൺസെൻട്രേഷൻ വളരെയധികം കൂടുമ്പോൾ ഈ ഡക്റ്റസ് ആർട്ടീരിയോസസ് ഉണ്ടല്ലോ, ഈ ഓക്സിജൻ കോൺസെൻട്രേഷൻ താങ്ങാനാവാത്തങ്ങ് ചുരുങ്ങിപ്പോകുന്നു. അപ്പോൾ ഈ ഫൊറാമൻ ഓവയിൽ എന്തായി മാറി? ഈ പിക്ചറിൽ എഴുതിക്കൊണ്ടില്ലേ, ഫൊറാമൻ ഓവയിൽ ബിക്കം ഫോസ ഒവാലിസ് ആയിട്ട് മാറി. ഓക്കെ, അതേപോലെ തന്നെ ഡക്റ്റസ് ആർട്ടീരിയോസസ് എന്തായി മാറി? ലിഗമെന്റം ആർട്ടീരിയോസുമായിട്ട് മാറി, ചുരുങ്ങി നേർത്ത് പോയി. ഇവിടെ പിക്ചറിൽ ഇല്ല ഉണ്ടല്ലേ, ഇവിടെ ഇല്ല. സോ അത് നേരെ ഷ്രിങ്കായി പോയി. കൂടാതെ ഈ അംബലിക്കൽ വെയിൻ ഇതെന്തായി മാറും? അംബലിക്കൽ വെയിൻ ബിക്കം ലിഗമെന്റം ടീറിസ്. ഈ പിക്ചർ നോക്കി, ലിഗമെന്റം ടീറിസ് ആണെന്ന് പറഞ്ഞൊരു വള്ളി പോലെ ആയി പോകുന്നു, അല്ലേ? ലിഗമെന്റ് സ്ട്രാൻഡ് പോലെയായി മാറുന്നു. ഇതാണെന്ത്? ലിഗമെന്റം ടീറിസ് എന്ന് പറയുന്നത്. ഇനി ഡക്റ്റസ് വീനോസസ് അതെന്തായി മാറുന്നു? ലിഗമെന്റം വീനോസം. ലിഗമെന്റം വീനോസമായി മാറുന്നു. എന്ത്? ഡക്റ്റസ് വീനോസസ്. അപ്പോൾ അതും അങ്ങ് ചുരുങ്ങിപ്പോയി. പിന്നെന്താ ഉള്ളത്? അംബലിക്കൽ ആർട്ടറീസ് ഉണ്ടായിരുന്നു, അല്ലേ? അതെന്ത് ചെയ്യുന്നു? അംബലിക്കൽ ലിഗമെന്റ്സ് ആയി മാറുന്നു. അംബലിക്കൽ ലിഗമെന്റ്സ്, അതായത് ലിഗമെന്റ്സ് മീൻസ് എന്താണ്? അതിൻ്റെ അത് ചുരുങ്ങി ജസ്റ്റ് ഒരു വള്ളി പോലെയായി മാറും. അങ്ങനെ എന്ത് ചെയ്യുന്നു? നോർമലായിട്ടുള്ള ഹാർട്ട് ഫങ്ഷൻ ചെയ്ത് സർക്കുലേറ്റ് ചെയ്യുന്നു ബ്ലഡ്. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ടെമ്പററി സ്ട്രക്ചേഴ്സ് ഏതാണ്, അതെന്തായിട്ട് മാറുന്നു, അതിൻ്റെയൊക്കെ പൊസിഷൻ എവിടെയാണെന്ന് ക്ലിയർ പിക്ചർ നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. നമുക്ക് പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചാലും നമുക്കത് ഓർത്തെടുത്ത് പറയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ അറിയാം എന്താണ്, എന്തൊക്കെയാണ് അഡാപ്റ്റേഷൻ. ലിഗമെന്റിൽ അംബലിക്കൽ വെയിൻ എന്തായി മാറും? ലിഗമെന്റം ടീറിസ് ആയിട്ട് മാറും. പിന്നെ അടുത്തത് ഡക്റ്റസ് വീനോസസ് ലിഗമെന്റം വീനോസം ആയിട്ട് മാറുന്നു. ഫൊറാമൻ ഓവയിൽ ഫോസ ഒവാലിസ് ചെറിയ ഡിപ്രഷനുമായിട്ട് മാറുന്നു. പിന്നെ ഡക്റ്റസ് ആർട്ടീരിയോസസ് എന്നുള്ള ലിഗമെന്റം ആർട്ടീരിയോസമായി മാറുന്നു. അംബലിക്കൽ ആർട്ടറീസ് അംബലിക്കൽ ലിഗമെന്റ്സ് ആയി മാറുന്നു. ഹൈപ്പോഗ്യാസ്ട്രിക് ആർട്ടറീസിനെ പറയാതെ കഴിഞ്ഞതിന് ശേഷം ഒബ്ലിറ്ററേറ്റഡ് ഹൈപ്പോഗ്യാസ്ട്രിക് ആർട്ടറീസ് എന്നാണ്. സോ ഈ ആദ്യത്തെ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അവിടെ നിങ്ങൾ ഇത് അറിഞ്ഞിരുന്ന ഏത് ചോദ്യം വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം ഇങ്ങനെ ബൈ ഹാർട്ട് പഠിച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതല്ല ചോദിച്ചെങ്കിൽ അറിയാൻ പറ്റില്ല. സോ ഇതെല്ലാം മനസ്സിലാക്കി പഠിച്ചാൽ വളരെ സഹായകരമായിരിക്കും എന്നാണ് പറയാനുള്ളത്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പഠിച്ചത്. എന്താണ് ഫീറ്റൽ സർക്കുലേഷൻ, അതിൽ എന്താണ് അതിൽ ടെമ്പററി സ്ട്രക്ചേഴ്സ്, അതിന് മുമ്പ് പ്ലാസൻ്റെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് കൈകാര്യം ചെയ്യുന്നത് നമ്മൾ പഠിച്ചു, അല്ലേ? ഇമ്പോർട്ടൻറ്റ് ടെമ്പററി സ്ട്രക്ചേഴ്സ് ആണ് ഇതൊക്കെ. അംബലിക്കൽ വെയിൻ, ഡക്റ്റസ് വീനോസസ്, ഫൊറാമൻ ഓവയിൽ, ഡക്റ്റസ് ആർട്ടീരിയോസസ്, ഹൈപ്പോഗ്യാസ്ട്രിക് അല്ലെങ്കിൽ അംബലിക്കൽ ആർട്ടറീസ്. ഇതൊക്കെ എന്താണ്? താൽക്കാലികമായിട്ടുണ്ടാവുന്ന സ്ട്രക്ചേഴ്സാണ്. ഇതിൽ അംബലിക്കൽ വെയിൻ എന്തായി മാറുന്നു? ലിഗമെന്റം ടീറിസ് ആയിട്ട് മാറുന്നു. പിക്ചർ നമ്മൾ കണ്ടു, ലിഗമെന്റം ടീറിസ് ആയി മാറുന്നു. ഡക്റ്റസ് ആർട്ടീരിയോസസ് ലിഗമെന്റം ആർട്ടീരിയോസമും ഡക്റ്റസ് വീനോസസ് ലിഗമെന്റം വീനോസം ആയിട്ടും മാറുമ്പോൾ ഫൊറാമൻ ഓവയിൽ എന്തായി മാറുന്നു? ഫോസ ഒവാലിസ് ആയിട്ട് മാറുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു. ഡക്റ്റസ് ആർട്ടീരിയോസസ് ലിഗമെന്റം ആർട്ടീരിയോസം. അംബലിക്കൽ ആർട്ടറി എന്തായി മാറുന്നു? അംബലിക്കൽ ലിഗമെന്റ്. ഓക്കെ, ഒബ്ലിറ്ററേറ്റ് ഹൈപ്പോഗ്യാസ്ട്രിക് ആർട്ടറീസ് ആയിട്ട് ഹൈപ്പോഗ്യാസ്ട്രിക് ആർട്ടറീസും മാറുന്നു.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിലേത് വെസലിൻ്റെ എണ്ണം ചോദിച്ചാൽ അറിയണം, ഏതൊക്കെയാണ് ടെമ്പററി സ്ട്രക്ചേഴ്സ്, ഇന്ന സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണെന്ന് അറിയണം, അതിൻ്റെ ചേഞ്ചസ് എന്താണെന്ന് അറിയണം, ബ്ലഡ് ഫ്ലോ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇത്രയും പഠിച്ചാൽ വളരെ ഏതൊരു ചോദ്യം ചോദിച്ചാലും നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. താങ്ക് യു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, ടെലഗ്രാം ചാനലിൽ മെമ്പർ ആവുക, നല്ലവണ്ണം പഠിക്കുക. ഓക്കെ, ഒത്തിരി പഠിക്കാനുണ്ട്. ഒരു ദിവസം ഒരു 4 മണിക്കൂർ മാത്രം, ബാക്കി ഉറങ്ങാനും 4-5 മണിക്കൂർ മാത്രം ബാക്കി വെച്ച് ബാക്കിയുള്ള സമയം മൊത്തം അങ്ങ് പഠിക്കുക. ബാക്കി എല്ലാ ആക്ടിവിറ്റീസും മാറ്റുക, മറ്റുള്ളവരെ ഏൽപ്പിക്കുക. ഓക്കെ, പഠനം പഠനം പഠനം. നമ്മൾ പഠിച്ചിട്ട് പിന്നെ കിട്ടുമോ കിട്ടാതിരിക്കുക അതെന്തോ ആയിക്കോട്ടെ, നമ്മൾ പഠിച്ചിട്ട് കിട്ടാതെ വരരുത്. എന്നാൽ മാത്രമേ നമുക്ക് പിന്നീട് അങ്ങ് വയസ്സാകുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ നമ്മളോടൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, നീ എന്തുകൊണ്ട് പഠിച്ചില്ല എന്നൊരു ചോദ്യം നമ്മുടെ മനസ്സടക്കം ആരും ഇങ്ങോട്ട് ചോദിക്കരുത്. പഠിച്ച് പോയിക്കോ, പഠിച്ചിട്ട് പിന്നെ കിട്ടുമോ കിട്ടാതെ അത് നമ്മുടെ വിഷയമല്ല. കിട്ടണം, കിട്ടും. എന്നാലും നല്ലവണ്ണം പഠിച്ച് തന്നെ പോവുക. പഠിച്ച് മാക്സിമം നമ്മുടെ എഫേർട്ട് എടുത്ത് പോയി വിജയം ഉറപ്പാക്കുക. നല്ലവണ്ണം പഠിക്കുക. സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.